കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത് നോക്കണ്ടേ? നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരെ ആത്തിമര ഗണപതിയെ ഒന്ന് വന്ന് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ നടുക്ക് ഉള്ള ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, സ്വർണം പതിച്ച കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയും കാണാം. അത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വാതിൽപ്പടി അങ്ങനെ കയറുമ്പോൾ ഇടത് വശത്തേക്കുള്ള ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. പീഠം കാണാം. അതുപോലെ ആ വലത് വശത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അങ്ങനെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അരമണിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണാണ്ട്, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മുല്ലമൊട്ട് മാല, അങ്ങനെ മാലകൾ കാണാണ്ട്. പിന്നീട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്. അന്ന് ചതുർബാഹുവായിട്ടാണ് കേട്ടോ. 4 തൃക്കൈകളുണ്ട്. ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി ശംഖ് ചക്രം സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പത്മം താമര കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. ശംഖ് ചക്ര ഗദാപത്മധാരിയായിട്ട് നാരായണനായിട്ടാണ് ഭഗവാന്റെ ശ്രീലകത്ത് ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെയാണ് ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം വന്നിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. തിരുമുടിമാലകൾ 2 ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒന്നും, തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണം. അങ്ങനെ ഭഗവാന്റെ ആ മനോഹരമായ രൂപം കണ്ട് തൊഴുക. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. എല്ലാവരും എൻ്റെ ശബ്ദം എപ്പോഴാണോ കേൾക്കുന്നത് ആ സമയത്ത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. അങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നീട് തിടപ്പള്ളി നോക്കി തൊഴാം. അതുപോലെ ആലിലെ കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമുക്കിങ്ങനെ പോരാം. പിന്നീട് ഗണേശൻ്റെ അവിടേക്ക് വരിക. ഗണേശൻ്റെ അവിടെ വരുമ്പോൾ കുറച്ച് തിരക്കേ ഉള്ളൂ കേട്ടോ. നമുക്കങ്ങനെ പോയി നോക്കാം. അങ്ങനെ പോകുമ്പോൾ ഭഗവാന്റെ ആ മുഖവും, അതായത് ആ കളഭം കൊണ്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് കൊമ്പ്, തുമ്പിക്കൈ ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല മഞ്ഞ പട്ടുടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഷാള് പോലെ, അതായത് സ്വർണ്ണ കളറിലുള്ള ആ ഒരു വേഷ്ടി എടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഗണേശൻ്റെ. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിലേക്ക് നോക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ആ വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് വരാം. അനന്തപത്മനാഭ സ്വാമീനെയും തൊഴുത് നമ്മൾ നേരെ വന്ന് ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് കണ്ണനെയും മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് ഒരു വെറ്റിലമാലയുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും ആ കണ്ണനെയൊക്കെ കണ്ട് കാളിയമർദ്ദന രൂപീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഇങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. ആ താമരക്കണ്ണനെയും കണ്ട് തൊഴുത് മണിക്കിണറും ആ നിർത്താറയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ പടിഞ്ഞാറേ നടയിൽ കൂടെ വടക്കേ നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. ഇനി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ നല്ല രസമായിട്ടുള്ള അലങ്കാരം കേട്ടോ. മുഖത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് കണ്ണെഴുതി വാലിട്ട് കണ്ണെഴുതിയിട്ട് പൊട്ടൊക്കെ തൊട്ട് നല്ല ചുവന്ന വട്ട പൊട്ടൊക്കെ തൊട്ട് ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ ഭഗവതി കാത്തിരിക്കുകയാണ് ഭക്തരെ അനുഗ്രഹിക്കാൻ. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് തിരിച്ചിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. മമ്മിയൂരപ്പനെ കാണുമ്പോൾ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മമ്മിയൂരപ്പനെ മനസ്സിൽ കാണുക. അപ്പോൾ നമ്മളവിടെ പോയി ദർശനം കിട്ടിയ പോലെയും. പിന്നെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും ആ ചതുർബാഹുവായ രൂപത്തെ കണ്ട് തൊഴുത് അതേപോലെ നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടും പ്രാർത്ഥിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോഴും അവിടെ നന്നായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചന്ദനം ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല രസമായിട്ട് പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ആ സ്വർണ്ണക്കസവ് പോലെ തന്നെ അതൊക്കെ അണിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. നല്ല വലിയ മാലകളുണ്ട്. കാതിൽ കുണ്ടലങ്ങളൊക്കെ തൂക്കിയിട്ടാണ്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് വരുമ്പോൾ പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡധ്വജനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ കുളത്തെ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. ആ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ് നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. പിന്നീട് വരുമ്പോൾ ദേവിയുടെ അവിടെ വരാം. ദേവിയുടെ അവിടെ നിന്നും വന്ന് കിഴക്കേ നടയിലുള്ള ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. അങ്ങനെ തൊഴുത് വീണ്ടും നമ്മൾ തെക്കേ നടയിലുള്ള കൂവളമരത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ രക്ഷ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.